ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2236. ഇന്ന് ഫെബ്രുവരി മാസം 13-ാം തീയതി, ഈ ആണ്ടിലെ 44-ാമത്തെ ദിവസത്തിലെത്തി. തീരെ പരിചയമില്ലാത്ത ആരോ ഒരാളിൽ നിന്ന് ദയ നിറഞ്ഞ ഒരു സമീപനം ലഭിച്ചു എന്ന് കരുതുക. അതുവരെ ദുഃഖിതനായിരുന്ന അയാൾ പതിയെ ഉണരുന്നുണ്ട്. എല്ലാവരും അങ്ങനെയാണ്. ആരിൽ നിന്നെങ്കിലും ദയ നിറഞ്ഞ, അനുഭാവം നിറഞ്ഞ ഒരു പ്രതികരണം ഉണ്ടായാൽ ഓരോരുത്തരും അവരവരുടെ ദുഃഖങ്ങളിൽ നിന്ന് പതിയെ പുറത്തേക്കിറങ്ങുന്നുണ്ട്. അതുവരെ ദുഃഖിതരും ഓരോരുത്തരും അവനവന്റെ ലോകത്തുമാണ്. ഒരാളിൽ നിന്ന് അവിചാരിതമായി കരുണ നിറഞ്ഞൊരു പെരുമാറ്റം ലഭിക്കുന്ന നിമിഷം എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. അതോടുകൂടി മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് ഒരു മൂന്നാം കണ്ണ് ഓരോരുത്തർക്കും തുറന്നു കിട്ടുകയാണ്. എവിടെയൊക്കെ മനുഷ്യരിങ്ങനെ ഉപാധികളില്ലാതെ, വ്യവസ്ഥകളൊന്നുമില്ലാതെ നന്മ ചെയ്യുന്നുണ്ട്, അവിടെയൊക്കെ അത് ചുറ്റിനുമുള്ളവരിലെ നന്മയുടെ ഉറവുകളെ പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. തീരെ ചെറിയ കാര്യമാണ്, ഒരു പുഞ്ചിരി പോലെ അത്ര ചെറുതാണ്. എന്നാലും ആ ചെറുചിരിക്ക് ഒരു മറുചിരി മറ്റേ മുഖത്ത് വിടരുന്നത് കാണുന്നില്ലേ? ഏത് പ്രവൃത്തിക്കും ഒരു പ്രതിപ്രവർത്തനമുണ്ടെന്ന തത്വം നന്മയുടെ കാര്യത്തിൽ കൃത്യമാണല്ലോ. ഒരാൾ ഒരു നന്മ ചെയ്യുമ്പോൾ അത് കൈയും കെട്ടി നിന്ന് ആസ്വദിക്കുന്നവരല്ലല്ലോ മനുഷ്യർ. പക്ഷെ ഒരു തുടക്കത്തിന് വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് വേണ്ടി 4-5 മിനിറ്റ് നേരമുള്ള ഒരു കുഞ്ഞു ചിത്രമുണ്ട്. എല്ലാവർക്കും അത് ബാധകമാണ്. റോഡിൽ മറഞ്ഞു കിടക്കുന്ന ഒരു വൻമരം, വഴി ബ്ലോക്കായി, വാഹനങ്ങളുടെ നീണ്ട നിര, എല്ലാവരും അസ്വസ്ഥരാണ്. പെട്ടെന്ന് ഒരു വണ്ടിയിൽ നിന്നൊരു ചെറിയ കുട്ടി ഇറങ്ങി വന്ന് ഒറ്റയ്ക്ക് മരം തള്ളി നീക്കാൻ ശ്രമിക്കുക. നിമിഷങ്ങൾക്കുള്ളിൽ മറ്റു വാഹനങ്ങളിൽ നിന്നൊക്കെ യാത്രക്കാരിറങ്ങി കുട്ടിയോടൊപ്പം കൂടി ഒരു പൂവെടുത്ത് നീക്കുന്ന ലാഘവത്തോടെ അവരാ മരം നീക്കം ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. ഒരു തുടക്കമിടാൻ എനിക്ക് കഴിയുമോ എന്നതാണ് എനിക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. പിന്നെ അതിൻ്റെ ഒരു അനുരണനങ്ങളുണ്ടല്ലോ, അത് താനെ സംഭവിച്ചുകൊള്ളൂ. ക്രിസ്തുവേശുവിലേക്കൊന്ന് എത്തിയാൽ എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതം തീർച്ചയായും മാറി മറിയും. എന്നെ നോക്കി പഠിപ്പീന്നൊക്കെ, എന്നെ നോക്കി മനസ്സിലാക്കുമെന്നൊക്കെ ക്രിസ്തു പറയുമ്പോൾ കുറെ കൂടി ആ ജീവിതം ഒന്ന് അടുത്ത് കാണേണ്ടതും അറിയേണ്ടതുമുണ്ട്. അതിനുവേണ്ടി നമുക്കൊന്ന് ശ്രമിക്കാം. ശ്രദ്ധയോടുകൂടി സുവിശേഷത്തിലെത്താം. ആമേൻ.